ഓം ശാന്തി. ഇന്ന് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ 14ാമത്തെ ദിവസമായി. നമ്മൾ ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പഠിച്ചതായിട്ടുള്ള പാഠത്തിൽ FAL എന്ന് പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഫിയർ, ആങ്കർ ആൻഡ് ലവ് എന്ന്. ഈ FAL ബാലൻസിങ് എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ലൈഫിൻ്റെ റിയൽ ബാലൻസിങ് എന്ന് പറയുന്നത്. സ്നേഹത്തിന് ശരിക്കും നമുക്കറിയില്ലെങ്കിൽ, സ്നേഹം എന്ന ഇമോഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എങ്കിൽ വളരെയധികം വേഗത്തിൽ നമ്മൾ ചതിക്കപ്പെടുന്നതായിട്ടുള്ള വികാരവും ഈ സ്നേഹം എന്ന വികാരം തന്നെയാണ്. സ്നേഹം എന്ന വികാരം പോസിറ്റീവായിരിക്കുന്ന ഇമോഷനാണ്. നമ്മുടെ ജീവിതത്തിന് എല്ലാ ശക്തിയും അർത്ഥവും പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് സ്നേഹം എന്നതായിട്ടുള്ളൊരു വികാരം തന്നെയാണ്. എന്നാൽ ജീവിതം ജീവിക്കണ്ട എന്ന് പോലും കുട്ടികളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതായിട്ടുള്ള ഒരു വികാരം ഉണ്ടെങ്കിൽ അതിൻ്റെ പേരും സ്നേഹം എന്ന് തന്നെയാണ്. പക്ഷേ ഒറിജിനലായിരിക്കുന്ന സ്നേഹത്തിലൊരു നെഗറ്റീവായിട്ടുള്ള അവസ്ഥയേ ഇല്ല. പക്ഷെ ഇന്ന് മനുഷ്യന്മാർ സ്നേഹത്തിൻ്റെ വികൃതമാക്കപ്പെട്ട രൂപങ്ങളെ അറിയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ളതായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നത്. സ്നേഹത്തിന് പ്രോപ്പർ വേയിൽ നമുക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ ഈ ജീവിതം അർത്ഥമുള്ളതായി മാറും. എല്ലാ ബന്ധങ്ങളും നമുക്ക് സുഖം തരുന്നതാക്കി മാറും. ഈ ജീവിതം എത്ര ജീവിച്ചാലും നമുക്ക് മതിയാവില്ല എന്ന് തോന്നിപ്പോവും. അത്ര മനോഹരമായിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് സ്നേഹം എന്ന വികാരം. പക്ഷേ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഒഴുകിക്കഴിഞ്ഞാൽ ഒരു സർവ്വസംഹാരിയായിട്ടും ഇത് മാറാറുമുണ്ട്. ഞാൻ ഓർത്തുപോകും, ഒരു ഇൻസ്പെക്ടറുടെ ഒരു ഇവൻറ്റ് നിങ്ങൾ ഓർത്തിട്ടുണ്ടാവും. കഴിഞ്ഞ ഇടയായിട്ട് വാട്സപ്പിൽ വൈറലായിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ. ഒരച്ഛൻ മകളെ കല്യാണം കഴിഞ്ഞ് പറഞ്ഞയക്കുന്നതായിട്ടുള്ള ഒരു സ്റ്റേജിൽ നിന്നിട്ട് സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്ന അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന പാട്ട് പാടുന്നു. അല്ലെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ടുള്ള ആ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ, വിശകലനം ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നോർമലി ഒരു പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയക്കുമ്പോൾ നാളെ മുതൽ വേറൊരു വീട്ടിൽ എൻ്റെ മോള് കഴിയണമല്ലോ എന്ന ഒരു വിചാരം അച്ഛൻ്റെ മനസ്സിന് ഒരുപാട് മുറിവേൽക്കുന്ന ഒരു ഫീലിംഗ് ആണ്. പൊതുവേ അച്ഛന്മാർക്ക് പെൺകുട്ടികളോടും ആൺകുട്ടികൾക്ക് അമ്മമാരുടെ ഒരു പ്രത്യേക അറ്റാച്ച്മെൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു അറ്റാച്ച്മെൻറ്റിനെ ഒന്ന് മുറിച്ചു കൊണ്ട് പോകുന്നൊരു സമയം